ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ ശിഹാബ് പൂക്കോട്ടൂർ സാഹിബ്, അതുപോലെ തന്നെ നമ്മോട് നേരത്തെ സംസാരിച്ച സാമൂഹ്യ പ്രവർത്തകൻ ഏറെ ആദരണീയനായ സുഹൃത്ത് അനൂപ് വിആർ, സോളിഡാരിറ്റിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സാബിക് സാഹിബ്, എൻ്റെ മറ്റ് സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഈ പറപ്പൂര് ചോലക്കുണ്ടിലുള്ള നമ്മുടെ ഒരു സഹോദരൻ വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിനിരയാവുകയും അദ്ദേഹം നമ്മിൽ നിന്ന് വിട്ടുപിരിയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടും ആ കൊലപാതകത്തിനെതിരായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും, എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങളും, എല്ലാ തരത്തിലുള്ള ക്രൈമുകളും ഒരുപോലെയല്ല. ഒരുപോലെ എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങളും അപലപിക്കപ്പെടാറില്ല. എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങളും ഒരുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറില്ല, നിയമ നടപടികളും ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള കൊലപാതകങ്ങൾക്കും ഒരുപോലെ സഹതാപം കിട്ടുകയോ ഐക്യദാർഢ്യം കിട്ടുകയോ പ്രതിഷേധമുണ്ടാവുകയും ചെയ്യാത്തത്? ഇതാണ് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, മംഗലാപുരത്ത് കർണാടക സംസ്ഥാനത്ത് എന്തുകൊണ്ട് അഷ്റഫ് കൊല്ലപ്പെട്ടു, എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് കേരളത്തിൽ വളരെ ഇരുണ്ട ഒരു മൗനം, ഭീകരമായ ഒരു മൗനം ഈ കൊലപാതകത്തോടുണ്ടാകുന്നു? ഈ രണ്ട് ചോദ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വയലൻസുകളെ കുറിച്ച്, അക്രമങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ, പല ചിന്തകരും പറയുന്ന ഒരു സംഗതിയുണ്ട്. രണ്ട് തരത്തിലുള്ള വയലൻസ് സാധാരണഗതിയിൽ തന്നെ ഉണ്ട്. നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ, ഒന്നാമത്തെ വയലൻസ് ഒരു ക്രിമിനൽ, ഒരു ക്രൈം ആക്ട് ആണ്. ഒരു ക്രിമിനൽ ചെയ്യുന്നവർ ഒരു വയലൻസ് ആണ്. ഒരു കൊലപാതകം, ഒരു മോഷണം, അല്ലെങ്കിൽ ഒരു പിടിച്ചുപറി, ഇങ്ങനെയുള്ള ഒരുപാട് ഒരു സംഭവങ്ങൾ നാട്ടിൽ നടക്കാറുണ്ട്. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവും. വ്യക്തിവൈരാഗ്യം ഉണ്ടാവും, സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാകും, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതുമായി ചുറ്റിപ്പറ്റി ഉണ്ടാവും. അതിന് ഏറ്റവും നല്ല വഴി എന്താണ്? ഒന്ന്, അതിനെ നിയമപരമായി ശിക്ഷിക്കുക, അതിനെതിരായ ജാഗ്രത ഉണ്ടാക്കുക. രണ്ടാമത്തെ ഒരു തരം വയലൻസ്, അത് വളരെ സിസ്റ്റമിക്കായി, വളരെ സ്ഥാപനവൽകൃതമായി, വളരെ ഒരു ഐഡിയോളജിയുടെ പിൻബലത്തോടു കൂടി മാത്രം സംഭവിക്കുന്ന ഒരു വയലൻസ് ഉണ്ട്. അത്തരത്തിലുള്ള വയലൻസുകളാണ് മോബ് ലിഞ്ചിങ്ങുകളിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലരും ചോദിക്കുന്നുണ്ടല്ലോ, ആ വയലൻസിനെതിരെ, ഒരു കൊലപാതകത്തിനെതിരെ കേസെടുത്താൽ, ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ കൊലപാതകത്തിനെതിരെ കേസെടുത്തു എന്ന് തന്നെ വിചാരിക്കുക, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ബാധ്യത അവിടെ പൂർത്തിയാകുന്നില്ല. ഇതൊരു ഐഡിയോളജിയുടെ പിൻബലത്തോടുകൂടി, ഒരു സംവിധാനത്തിന്റെ പിൻബലത്തോടുകൂടി, ഒരു കൂട്ട പൊതുബോധത്തിന്റെ അകമ്പടിയോടുകൂടി നടക്കുന്ന ഒരു അക്രമമാണ് സഹോദരൻ അഷ്റഫിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഐഡിയോളജി എന്നും, ഏതാണ് ആ കൂട്ട പൊതുബോധത്തെ നിർമ്മിക്കുന്നതെന്നും, എന്തുകൊണ്ടാണ് അഷ്റഫ് ഓർമ്മിക്കപ്പെടാതെ പോകുന്നത് എന്നും ചോദിക്കുക എന്നതാണ്, പ്രിയമുള്ളവരെ, നമ്മൾ നിർവഹിക്കേണ്ടുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മോബ് ലിഞ്ചിങ് ഇതാദ്യത്തെ സംഭവമല്ല. നിങ്ങൾക്കറിയാം,
ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാവുന്ന കേരളത്തിൽ RSS നേരിട്ട് കൊന്ന മനുഷ്യർ, കൊടിഞ്ഞിയിലെ ഫൈസൽ, കാസർകോട്ടെ റിയാസ് മൗലവി, കേരളത്തിൽ എത്ര ഫാഷിസ്റ്റ് വിരുദ്ധ, ഫാഷിസ്റ്റുകളുടെ പരിപാടിയിലല്ല ഞാൻ പറയുന്നത്, ഫാഷിസത്തിനെതിരെ പ്രസംഗിക്കുന്ന ആളുകൾ, എത്ര ആളുകൾ ഇവരുടെ പേര് പറയാറുണ്ട്? എത്ര ആളുകൾ കാസർകോട്ടെ ഫഹദ് എന്ന് പറയുന്ന ഒരു ബാലന്റെ പേര് പോലും പറയാറില്ല? എന്തുകൊണ്ട് പറയാറില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിന്ദുത്വ വംശീയത നിറഞ്ഞാടുന്ന ഒരു സംസ്ഥാനത്ത് പൂക്കളെ കുറിച്ച് പുസ്തകം എഴുതുന്നത് വലിയ സംഭവമായി ആഘോഷിക്കുന്ന ഈ കേരളം ഹിന്ദുത്വ വംശീയതയ്ക്ക് വേണ്ടി സ്വാഗതഗാനം ആലപിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യർ ഓർമ്മിക്കപ്പെടുന്ന പോലുമില്ല. കൊടിഞ്ഞിയിലെ ഫൈസൽ, ആ കേസ് നീണ്ടുപോവുകയും കൊടിഞ്ഞിയിലെ തിരൂരങ്ങാടി MLA ആയിരുന്ന PK അബ്ദുറബിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ അടക്കം ഉപരോധിച്ചിട്ടാണ് ആ കേസ് അനങ്ങിയത്. പിന്നെയും എവിടെ എത്തിയില്ല. കാസർകോട്ടെ റിയാസ് മൗലവിയുടെ കേസ് എന്തായി? ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് നിരന്തരമായി മോബ് ലിഞ്ചിങ്ങുകൾ ഉണ്ടായി. എത്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്? കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരികയും 20ഓളം മോബ് ലിഞ്ചിങ്ങുകൾ തുടർച്ചയായി രാജ്യത്ത് സംഭവിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ മീഡിയ വണ്ണിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചു. ഞാൻ ആ മീഡിയ വണ്ണിനെ പുകഴ്ത്താൻ വേണ്ടി പറയല്ല. അന്ന് BJPയുടെ പ്രതിനിധി, അന്ന് ആ ചർച്ചയിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനായിരുന്നു പങ്കെടുത്തിരുന്നത്. അന്ന് ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഇതൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്ന്. കേരളത്തിലെ ഒരു ചാനലും, കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ TV ചാനലുകളാണ് ഇതിന്റെ പ്രധാന മണ്ഡലം എന്നാണല്ലോ ഒരു വെപ്പ്. ഈ പറയുന്ന റിപ്പോർട്ടർ TV, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, ഇവരൊക്കെ പറയുന്നത് മാധ്യമ പ്രവർത്തനം അവര് ഒരു സാമൂഹ്യ പ്രവർത്തനമായി കൊണ്ടു നടക്കുന്നവരാണ് എന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് കൊല്ലപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്ക് അവരുടെ TV ക്യാമറയുടെ അവരുടെ ക്യാമറ ചെല്ലുന്നില്ല എന്ന ചോദ്യമാണ് അഷ്റഫ് ബാക്കിയാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ദിവസം സംഭവിക്കുന്ന ഒരു കൊലപാതകമല്ല. അതാണ് ഇതിന്റെ രാഷ്ട്രീയവും ഐഡിയോളജിക്കലുമായ പിൻഫലങ്ങളെ പരിശോധിക്കാൻ കഴിയണം. എന്താണ് ഐഡിയോളജി? അത് രാജ്യത്തും ശക്തിപ്പെടുന്ന ഹിന്ദുത്വ വംശീയതയും അതിലൂടെ വികസിക്കുന്ന ഇസ്ലാമോഫോബിയയുമാണ്. ആലോചിച്ച് നോക്ക്, ഇസ്ലാമോഫോബിയ യൂറോപ്പിൽ വികസിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ ഉണ്ടായ ഒരു പദപ്രയോഗമാണ് യൂറേബ്യ. എന്താണ് യൂറേബ്യ എന്നറിയാം? അതായത് മുസ്ലിങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രം, കുറച്ച് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്നറിയോ? അവരുടെ നാട് ഖിലാഫത്ത് വരാൻ പോവാണ്. പല ആളുകൾക്കും മുസ്ലിമീങ്ങളെ പരിചയം പോലും ഇല്ല. അവിടെ ഒരു ഖിലാഫത്ത് വരുമെന്ന് ചർച്ച ചെയ്യാം. യൂറേബ്യ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ മൊത്തം അറബികൾ വന്നിട്ട് യൂറോപ്പിൽ കീഴടക്കുമെന്ന് ചർച്ച. വിചിത്രമായി തോന്നും, നമുക്ക് വിചിത്രമായി തോന്നും. യൂറോപ്പിൽ ആകെ കുറച്ച് ശതമാനമുള്ള ആളുകൾ ഇസ്ലാമിക ഖിലാഫത്ത് വരുമെന്ന് ആശങ്കപ്പെടേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചില്ലേ? കഴിഞ്ഞ ഒരു വർഷം കേരളത്തിലെ ചർച്ച എന്താ? കഴിഞ്ഞ ഒരു 10 വർഷം കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ ഡിസ്കഷൻ എന്താ? ഒരു മുസ്ലിം വില്ലൻ ഉണ്ടാക്കി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? നമ്മളിപ്പോ കാസർഗോഡ് അഷ്റഫിനെ കുറിച്ച്, മംഗലാപുരത്ത് അഷ്റഫിനെ കുറിച്ച് അവര് പറയുന്നു പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു. അത് കേട്ടാൽ നമുക്കറിയാം അതിന്റെ ടോൺ എന്താണ്, അതിന്റെ ഗ്രാമർ എന്താണ്. അതൊരു പാർട്ടി സെക്രട്ടറി ഒരു സംഘടനക്കെതിരെ വിളിച്ചില്ലേ? ഒരു പാർട്ടി സെക്രട്ടറി ഒരു മുസ്ലിം സംഘടനക്കെതിരെ പഹൽഗാമിൽ അറ്റാക്ക്, അത് അവർ പിന്തുണക്കുന്നു എന്ന് വെച്ചാൽ അവർ പാകിസ്ഥാനെ പിന്തുണക്കുന്നു എന്ന് ഒരു പാർട്ടി സെക്രട്ടറിക്ക് പറയാമെങ്കിൽ മംഗലാപുരത്തെ അവരത് പറയുന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയോ? അവരെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് നമുക്ക് ആലോചിക്കാൻ അധികം കാലം വേണ്ട.
അഥവാ ഞാൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയത്തെയും ഇവിടുത്തെ സംസ്കാരത്തെയും ഇവിടുത്തെ മാധ്യമ മീഡിയ ലോകത്തെയും നിർണയിക്കുന്നതിൽ ഇസ്ലാമോഫോബിയ ഇതിന്റെ ഒരു ഗ്രാമറാണ്. ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് അത്രമേൽ വേരാഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു. ആ വേരാഴ്ത്തിയ ഇസ്ലാമോഫോബിയക്കകത്തു നിന്നുകൊണ്ട് നടക്കുന്ന ഏത് സമയവും സംഭവിക്കാവുന്ന അക്രമമാണ് ചോലക്കുണ്ടിലെ സാധുവായ നമ്മുടെ സഹോദരൻ അഷ്റഫിനെതിരെ നടന്നിട്ടുള്ളത്. അഷ്റഫിന്റെ മരണം, കൊലപാതകം നമ്മളോട് പറയുന്നത് ഈ രാജ്യത്തെ ഇസ്ലാമോഫോബിയക്കെതിരായ ചെറുത്തുനിൽപ്പിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് അദ്ദേഹം ബാക്കിയാക്കുന്ന സന്ദേശം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ര ലളിതമല്ല. ഒരു മുസ്ലിം ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തോട് വെറുപ്പ് തോന്നുക, അതിന് പ്രത്യേകിച്ചൊന്നും കാരണമില്ലാതിരിക്കുക. ഇസ്ലാമോഫോബിയെ കുറിച്ച് പറയുന്നതിൽ കൂട്ടത്തിൽ പറയുന്നത് മുസ്ലിം ആവണം തന്നെയല്ല. മലപ്പുറം ജില്ലയിൽ എല്ലാവരും മുസ്ലിങ്ങളൊന്നുമല്ല എന്നല്ല. ജവഹർലാൽ നെഹ്റു മുസ്ലിം അല്ലല്ലോ. ജവഹർലാൽ നെഹ്റു ജമാഅത്തെ ഇസ്ലാമിയും അല്ല. പക്ഷെ ആ ജവഹർലാൽ നെഹ്റു 5 വക്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്. കാരണം എന്താണ്? ഒന്ന് അടുത്തുകൂടി പോയാൽ മതി, മുസ്ലിങ്ങളുടെ ഏതോ അർത്ഥത്തിലുള്ള ചിഹ്നങ്ങൾ ഉണ്ടായാൽ മതി. PC ജോർജ് പറയണം അദ്ദേഹം 5 വക്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. കുറെ കാലം മുമ്പേയുള്ള പ്രചരണമാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടവരെയും അത് ഒരു അപരനാക്കി, വില്ലനാക്കി ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കുകയും ആ ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കുന്നതിലൂടെ അവർക്കെതിരെ വംശീയമായ അക്രമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വാഭാവികമായ ആളുകൾ പറയുന്ന ഒരു പദപ്രയോഗമാണ് ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? ന്യൂനപക്ഷ വർഗീയത എന്നുള്ള വാക്ക് മറ്റൊരു വാക്കും പോലെ ഒരു മൂച്ചിമ കായ്ച്ച വാക്കല്ല, സ്വതവേ അങ്ങ് ഉണ്ടാകുന്നതല്ല. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് ഉപയോഗിച്ചതാണ്. നമ്പൂതിരിപ്പാട് എന്തിനാണത് ഉപയോഗിച്ചത്? ശരീഅത്ത് വിവാദത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ശരിയാ വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ മുസ്ലിം സമുദായം പ്രതികരിച്ചു. ശരിയാ വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ ന്യൂനപക്ഷ വർഗീയത 80-കൾ മുതൽ, ശരീഅത്ത് വിവാദം മുതൽ 980-കൾ മുതൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ മുസ്ലിമീങ്ങൾക്ക് ഒരു രാഷ്ട്രീയം പറയണമെങ്കിൽ അവരാദ്യം ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയവാദികളല്ല എന്ന് തെളിയിച്ചു വരണം, പൊളിച്ചു വരണം എന്ന ഒരു മുന്നുപാധി വെക്കുന്നത് 980-കളിലാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമല്ല, ജീവിതം തന്നെ ഈ രാജ്യത്ത് സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതം തന്നെ സാധ്യമല്ല. ഒരു മുസ്ലിമിന് ജീവിതം സാധിക്കണമെങ്കിൽ തന്നെ, മര്യാദക്ക് നടക്കണമെങ്കിൽ തന്നെ അയാൾ ഇസ്ലാമോഫോബിയക്കെതിരെ ശക്തമായ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, KR ഇന്ദിര എന്ന് പറയുന്ന ഒരു സ്ത്രീ, എത്രയോ പരാതികൾ SIOവിന്റെ എല്ലാ കഴിഞ്ഞ 3-4 വർഷം അല്ലെങ്കിൽ കുറച്ച് പ്രവർത്തന കാലയളവായിട്ട് നമ്മൾ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ KR ഇന്ദിരക്കെതിരെ പരാതി കൊടുത്തു. എന്തിനാ പരാതി? അയാൾ മുസ്ലിങ്ങൾ പന്നി വെറ്റ് കൂട്ടുന്നത് പോലെ കൂട്ടുകയാണ്. ഇങ്ങനെ ശുദ്ധ വംശീയ പ്രസ്താവനകൾ. ഒരു നടപടിയും ഇതുവരെ എടുക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ പരാതി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ സൂചിപ്പിച്ചു നിലമ്പൂർ ബൈ ഇലക്ഷൻ. അതിന്റെ കാരണം എന്തായിരുന്നു? RSS പോലീസ് കൂട്ടുകെട്ട്. പക്ഷെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏത് മാധ്യമമാണ് അത് ചർച്ച ചെയ്തത്? ഏത് മീഡിയകളാണത് ചർച്ച ചെയ്തത്? ഏത് സാംസ്കാരിക നായകരാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? ഏത് രാഷ്ട്രീയക്കാരാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്? നിങ്ങൾ അറിയണം, ഈ ജില്ലയിൽ സ്വാഭാവികമായിട്ടല്ല കേസ് കൂടുന്നത്, RSS കൂട്ടാൻ. RSSുമായിട്ട് ഒരു പോലീസ് ഉന്നതൻ പോയി ചർച്ച നടത്താൻ. ഇതല്ലേ ഇവിടുത്തെ മർമ്മപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നം. പക്ഷെ അതിനെ കുറിച്ച് ചർച്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, എവിടുന്നോ ഒരു ന്യൂനപക്ഷ വർഗീയത, മതരാഷ്ട്രവാദം ഇതെല്ലാം കൊണ്ടുവന്നിടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കാതിന് അലോസരമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മളുടെ രാഷ്ട്രീയ ഭൂമികയെ, ഈ നാടിനെ ഇത് രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
സദ്ദാം ഹുസൈനെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു. സദ്ദാം ഹുസൈന്റെ ഫ്ലക്സ് ബോർഡ് അടിച്ചവർ ഇന്നവർ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനുമായി ബന്ധമില്ല എന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ ചവിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു പ്രചാരണത്തിലൂടെ ഇന്ന് അതിലൊരു മോശം, അപരൻ, വില്ലൻ എന്ന ചിത്രം പതിച്ചു നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനെ അപനിർമ്മിക്കുന്ന, അതിനെ എതിർക്കുകയും അതിന്റെ വംശീയതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അതിജീവനം സാധ്യമാവുകയുള്ളൂ. അത് RSSഉം സംഘപരിവാരവും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതൊരു ഒറ്റ പാർട്ടിയുടെ നേതൃത്വത്തിൽ മാത്രം നടക്കുന്ന സംഗതിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഷ്റഫ് മംഗലാപുരത്ത് മണിക്കൂറുകൾ അവിടെ അദ്ദേഹം മയ്യത്തായി കിടക്കുമ്പോൾ ഇവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ക്രിക്കറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും, ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതയുടെ ഒരു ആഘോഷമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യന്റെ ശത്രു പാകിസ്ഥാൻ. ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാനാണ് എന്നത് നമ്മൾ വെറുതെ പറയുന്നത് പോലെയല്ല. ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകേണ്ടവരായിരുന്നു, ബാക്കിയായി പോയതാണ് എന്ന നറേറ്റീവ് കൂടി ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഓരോ സൂക്ഷ്മ തലത്തിലും ഇസ്ലാമോഫോബിയക്കെതിരെ നമ്മൾ സംസാരിക്കണം. ഇന്ത്യയിൽ 1980കളിലാണ് ടെലിവിഷൻ വ്യാപകമാകുന്നത്. അന്ന് മുതലാണ് ഇന്ത്യയിൽ രാമായണ സീരിയലുകൾ വന്നത്, അല്ലെങ്കിൽ അത്തരം സീരിയലുകൾ വളരെ പ്രചാരണം നേടുന്നത്. പക്ഷെ ഈ പ്രചാരണം നേടുന്നവയിലൂടെ ഇതിനകത്തുകൂടി പ്രചരിപ്പിച്ച ഒരു സംഗതിയുണ്ട്. ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടിസ്ഥാന മതമാണെന്നും ഇസ്ലാം ഇതിന്റെ ശത്രുവാണെന്നുമുള്ള ഒരു പ്രചാരണം വളരെ ആഴത്തിൽ വേരോടിയിട്ടുണ്ട്. അതിനെ തിരിച്ചറിയാതെ, അതാണ് ഞാൻ പറയുന്നത്, മീഡിയകളുടെ, സിനിമയുടെ, സംസ്കാരത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ ഓരോ സൂക്ഷ്മതലത്തിലും ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും? ഒന്ന്, അതിന്റെ നിയമപരമായ വഴി, അതൊരു വഴി മാത്രമാണ്, അത് നമ്മൾ തീർച്ചയായും ചെയ്യേണ്ട വഴിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വഴി സോളിഡാരിറ്റി ചെയ്യുന്നത് പോലെ ഇസ്ലാമോഫോബിയക്കെതിരായ ജാഗ്രതയെ സൂക്ഷ്മമായി വളർത്തുക. പണ്ടൊക്കെ മുസ്ലിം സ്ത്രീകളോട് ഹിജാബ് ധരിക്കുന്നത് നിനക്കൊന്നൊരു പുരോഗമനമില്ല, ബുദ്ധിയില്ല, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിം സ്ത്രീകൾ തിരിച്ചു പറയും, നീ ഇങ്ങനെ പറയുന്നത് നിന്റെ അകത്തെ വംശീയതയും ആ വംശീയത ഇസ്ലാമോഫോബിയയും ആണ് എന്ന്. ആ കോൺഫിഡൻസിൽ നിന്നുണ്ടാകുന്ന സൂക്ഷ്മമായ പ്രതിരോധങ്ങൾ നമ്മുടെ വീടുകളിൽ, ഗ്രാമങ്ങളിൽ ശക്തിപ്പെടുത്തണം. അത് ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ടതാണ്, ഓരോ സംഘടനയും നിർവഹിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഷ്റഫ് എന്ന് പറയുന്നത് നമ്മളുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ഭാഗമല്ല. ഒരു മുഅ്മിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? വിശ്വാസികൾ പരസ്പരം ഒരു ശരീരം പോലെയാണ്. ഞാൻ വിശദമായി പറയുന്നില്ല, പക്ഷെ കേരളത്തിൽ എത്ര മതസംഘടനകളുണ്ട്, ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല. സ്റ്റേറ്റ്മെന്റ് പല പാർട്ടി ഓഫീസുകൾക്കും അടിച്ചിറക്കുന്ന കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് സാധുവായ മനുഷ്യന് വേണ്ടി ചെയ്യാമായിരുന്നു. എന്തേ ചെയ്യുന്നില്ല? ഭരണാധികാരിയുടെ മിസ് കോളുകൾക്ക് വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോ ഈ സമുദായത്തിലെ ഒരു സാധുവായ മനുഷ്യൻ അടിച്ചു കൊല്ലപ്പെട്ടതിന് നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനോട് ഐക്യപ്പെടുന്നില്ല? ഏത് ധാരയാണ് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യരുടെ, ഈ സമുദായത്തിലെ ബഹുജനത്തിന്റെ വേദനകളോട് കൂടെ നിൽക്കാൻ കഴിയാത്തവർക്ക് ഒരാത്മീയ ഔന്നത്യവും അവകാശപ്പെടാൻ കഴിയില്ല എന്ന് സാന്ദർഭികമായി മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഐക്യപ്പെടുന്നില്ല? നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അഷ്റഫിന് വേണ്ടിയുള്ള സോളിഡാരിറ്റിയുടെ ഐക്യദാർഢ്യം വെറൊരു രാഷ്ട്രീയ പൊതുയോഗമല്ല, അതൊരു വിശ്വാസിയുടെ, ഒരു മറ്റൊരു വിശ്വാസിക്ക് വേണ്ടിയുള്ള ചേർന്ന് നിൽക്കലാണ്, ഐക്യപ്പെടലാണ്, പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഉമ്മത്ത് എന്ന അർത്ഥത്തിലുള്ള പരസ്പരമുള്ള ഒരു ഐക്യദാർഢ്യം വിപുലപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
ഗസയിൽ നോക്കിക്കൊണ്ട് എന്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഇടപെടുന്നില്ല എന്ന് നമ്മൾ കൂലങ്കഷമായി ചർച്ച ചെയ്യേണ്ട. ഈ നാട്ടിൽ ഒരു മുസ്ലിം കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു പൗരൻ എന്ന അർത്ഥത്തിൽ സംസാരിക്കാവുന്ന സ്പേസ് ഉണ്ടല്ലോ, അതുപോലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, അതിനുപോലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഉടുത്തൊരുങ്ങി നടക്കുന്നതിൽ എന്ത് കഥ, എന്തർത്ഥം, അതിലെന്ത് ആത്മീയതയുടെ സൗരഭ്യം എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് ഒരു വംശീയതയുടെ കാലമാണ്, വെറുപ്പിന്റെ കാലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വെറുപ്പ് ഏതുവരെ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെന്നാൽ മനുഷ്യാവകാശത്തെ കുറിച്ച് ഗംഭീരമായി പ്രസംഗിക്കുന്ന ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മുസ്ലിം എന്നൊരു വാക്ക് പറയില്ല. അത് പറയാൻ ചോലക്കുണ്ട് പോലെയുള്ള തെരുവുകളെ നമുക്കുള്ളൂ. വലിയ വലിയ ഗിരിപ്രഭാഷണം നടത്തുന്ന ആളുകൾ ഉണ്ടാവും, ഇസ്ലാമോഫോബിയക്കെതിരെ മിണ്ടില്ല. കാരണം എന്താണ്? സാംസ്കാരിക നായകൻ എന്ന മുഖം പൊളിഞ്ഞു പോകും. അതിന് വല്ലത് പൂക്കളോ പച്ചക്കറിയോ അങ്ങനെ വല്ലതുമാണ്. മുസ്ലിം ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ കോറായിട്ടുള്ള, വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനു വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് ഇറച്ചിയിൽ മണ്ണ് പറ്റുന്ന ഏർപ്പാടാണ്. അതിനാർജവം കാണിക്കാതെ ഈ വംശീയതയുടെ കാലത്തെ അതിജീവിക്കാനും അതിജയിക്കാനും കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അങ്ങനത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നത് പ്രധാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരും ചോദിച്ചില്ല. കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരും ചോദിച്ചത് ഞാൻ കണ്ടില്ല, എന്തിനാണ് ഇപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി ചർച്ച? ഇവിടെ നേരത്തെ അനൂപ് വിഹാർ പറഞ്ഞു, ജമാഅത്തിനെ കുറിച്ചുള്ള ചർച്ചയല്ല അത്. ഒരു മുസ്ലിം വില്ലൻ, നിങ്ങളുടെ നാടും വീടും കീഴടക്കാവുന്ന ഒരു മുസ്ലിം വില്ലൻ ഉണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ആ ഇസ്ലാമോഫോബിയ എന്ന ഗ്രാമറിലൂടെ മാത്രം ഒരു രാഷ്ട്രീയ സംവാദം സാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കലാണ്. ഒരു മാധ്യമ പ്രവർത്തകനും എന്തിനാണ് ഇപ്പൊ ഈ ചർച്ച എന്ന് ചോദിക്കുന്നില്ല. എല്ലാവരും ചർച്ച ചെയ്യാണ്, എല്ലാവരും ചർച്ച. ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായിരുന്ന MA അബ്ദുൽ അസീസ് സാഹിബ് പറഞ്ഞൊരു തമാശ ഞാൻ ഓർക്കുകയാണ്. ഒരു ദിവസം ഭയങ്കര ചർച്ച, അമീർ ഹസൻ കുഞ്ഞാലി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ അമീർ എന്ന് പറഞ്ഞ ഞാൻ തന്നെയല്ലേ? തമാശ രൂപേണ അദ്ദേഹം ചോദിച്ചു, കേരളം ഭരിക്കുക, പിന്നെ കേരളത്തിൽ പലതും കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് സംശയം, ഇതൊക്കെ ഞാൻ തന്നെയല്ലേ എന്നതുപോലെ നമുക്കൊക്കെ തോന്നിപ്പോ ഇതൊക്കെ നമ്മളെ കുറിച്ച് തന്നെ അല്ലേ എന്ന് തോന്നിപ്പോകുമാറുള്ള പച്ച ഇസ്ലാമോഫോബിയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനെതിരായ ജാഗ്രതയെ ഓരോ ഗ്രാമങ്ങളിലും വളർത്തിയെടുക്കുന്നതിന്റെ ഒരു തുടക്കവും തുടർച്ചയുമായി നമ്മൾ ഈ സംഗമത്തെ കാണണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാര്യങ്ങൾ അറിയാത്ത പ്രശ്നമൊന്നുമില്ല. ഇന്നൊരു യൂണിവേഴ്സിറ്റി പ്രബന്ധമൊന്നും ആവശ്യമില്ല. ഒരു മുസ്ലിമായി ഇന്ത്യയിൽ ജീവിച്ചാക്ക് മനസ്സിലാവും മുസ്ലിം ആകുന്നതിന്റെ റിസ്ക് എന്താണ്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അറിയുക എന്ന് മാത്രമല്ല, പ്രതിരോധത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരിക എന്നത് വളരെ പ്രധാനമാണ്. ചോലക്കുണ്ടിൽ നമ്മുടെ ഒരു സഹോദരൻ കൊല്ലപ്പെടുന്നു എന്നതിന്റെ അർത്ഥം നമ്മൾ ഓരോ മനുഷ്യനും ഏത് സമയവും എപ്പോഴും ആക്രമിക്കപ്പെടാവുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ, മാൽക്കം എക്സ് പറഞ്ഞതുപോലെ ഇതൊരു ഷോർട്ട് വേ ഇല്ല, ഒരു ഷോർട്ട് കട്ടുള്ള സംഗതിയല്ല റെസിസ്റ്റൻസ് നമ്മൾ ഓരോരുത്തരും മുന്നിൽ നിന്ന് നിർവഹിക്കേണ്ട സംഗതിയാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് സായുധം എന്നല്ല ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. മുസ്ലിമിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചുമുള്ള ഈ ചിത്രത്തെ, അതിന്റെ വംശീയതയെ നിരന്തരം ചോദ്യം ചെയ്യുക. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ അറിഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ വിവാദമായി. കാരണം എന്താണ്? ഗുജറാത്ത് വംശഹത്യയിൽ RSSന്റെ പങ്കിനെ അത് ചിത്രത്തിൽ കൊണ്ടുവന്നു. എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സോളിഡാരിറ്റിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും ഗുജറാത്ത് വംശഹത്യ RSSന്റെ ഒരു പ്ലാൻ ആയിരുന്നെന്നും നരേന്ദ്രമോദിയുടെ ഒരു പങ്കായിരുന്നെന്നും ഇവിടുത്തെ ജനകീയമായ ഓർമ്മകളിൽ സജീവമായി നിലനിർത്തി. അതുകൊണ്ടാണ് അവർക്ക് സിനിമയെടുക്കുമ്പോ മറ്റൊരാഖ്യാനത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത്. ഭീമാപ്പള്ളി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭീമാപ്പള്ളി അതിനെക്കുറിച്ച് ഓർക്കണ്ട, പറയണ്ട.
പക്ഷെ ഇന്ന് ഭീമാപ്പള്ളി ഒരു സിനിമയിൽ വന്നപ്പോഴും ജനകീയമായ ഓർമ്മക്കപ്പുറം അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഓരോ കൊലപാതകം നടക്കുമ്പോഴും, വംശീയമായ കൊലപാതകം നടക്കുമ്പോഴും അതിനെ ഡോക്യുമെന്റ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അതിനെതിരായ സാമൂഹ്യമായ പ്രതിരോധം ഉയർത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ ചരിത്രത്തിൽ മുസ്ലിങ്ങളും മറ്റുള്ളവരും നേരിട്ട വംശീയമായ ആക്രമണങ്ങളെ ചരിത്രത്തിൽ ഇടം നേടിയത്. ആ ചരിത്രത്തിൽ നിരന്തരമായി ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിരോധങ്ങൾ അത് അസ്ഥാനത്തല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഡോക്യുമെന്റ് ചെയ്യുകയാണ്. ചരിത്രത്തിന്റെ ഭാഗമായി അഷ്റഫ് എന്ന മനുഷ്യനെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്തിന്റെ ഭാഗമായി? RSSന്റെ വംശഹത്യാ പദ്ധതിയുടെ ഒരു സാക്ഷ്യമായി നമ്മൾ ഈ മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുന്നു. കേരളത്തിൽ ഫാഷിസ്റ്റ് വിരുദ്ധരുടെ ചാമ്പ്യന്മാരായി നിൽക്കുന്നവർ എന്ന് പറയുന്നവർ എന്താണ് ഈ കാലത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു മനുഷ്യൻ മുസ്ലിമായതിന്റെ പേരിൽ കൊല്ലപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു എന്നതിന്റെ ചരിത്രമാണ് അഷ്റഫിനെ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ചരിത്രപരമായ ഒരു പ്രതിരോധമാണ്. ഇത് വെറുതെ അല്ല. ആളുകൾക്ക് തോന്നും ചിലപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യം? അത് പൊതുബോധത്തിനെതിരായ ശക്തമായ ആക്രമണമാണ്. മുസ്ലിം വിരുദ്ധ പൊതുബോധത്തിനെതിരായ ചെറുത്തുനിൽപ്പാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പല രീതിയിൽ ഈ പ്രതിരോധത്തെ തല്ലിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അവരാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ എന്താണ് മംഗലാപുരത്ത് ചെയ്യാതെ ഇവിടെ ചെയ്യുന്നത്? മംഗലാപുരത്ത് അന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മംഗലാപുരവും മറ്റ് കർണാടകയിലെ മറ്റ് ജില്ലകളിലും വ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു നറേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, RSSഉം ഇതിനെ പ്രതിരോധിക്കുന്ന സംഘടനകളും ഒരുപോലെയാണ് എന്നാണ്. ഞാനിത് പറയുന്നത് എനിക്കറിയാം ഇതൊരു പൊതുയോഗമല്ല, ഇതൊരു പ്രതിഷേധ പരിപാടിയാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയാനുള്ള കാരണം ഇസ്ലാമോഫോബിയയുടെ ആഴവും വ്യാപ്തിയും നമ്മൾ തിരിച്ചറിയണം. RSSഉം ഇസ്ലാമിക സംഘടനകളും എങ്ങനെ ഒരുപോലെയാകും? RSS ഒരു വംശീയതയിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. 3 കാര്യങ്ങൾ മാത്രം ഞാൻ സമയക്കുറവ് കൊണ്ട് പറയാം. ഒന്ന്, RSS ഒരു വംശീയ ദേശീയതയിൽ അടിസ്ഥാനമാക്കിയ സംഘടനയാണ്. സിയോണിസ്റ്റുകളെ പോലെ, യൂറോപ്പിലെ വലതുപക്ഷ പാർട്ടികളെ പോലെ RSS വംശീയ ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയ സംഘടനയാണ്. നിങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രീയം പറയുന്ന സംഘടനകളിൽ വംശീയതക്കെതിരായ വിമർശനത്തിൽ നിന്നാണ് അത് ആദ്യം തുടങ്ങുന്നത്. അതാണ് എപ്പോഴും അവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമതായി, RSSഉം മറ്റു വലതുപക്ഷ പ്രസ്ഥാനങ്ങളും കോർപ്പറേറ്റുകളുടെയും മുതലാളിത്തത്തിന്റെയും ചങ്ങാതിമാരാണ്. പക്ഷെ ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മുതലാളിത്തത്തിന്റെയും അതിന്റെ ചൂഷണത്തിനെതിരെയും സംസാരിക്കുന്നവരാണ്. മൂന്നാമതായി, ഈ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഒരു ഗോൾഡൻ പാസ്റ്റ്, അവരുടെ വംശം മാത്രം ശുദ്ധമായി നിൽക്കുകയും മറ്റുള്ളവരെല്ലാവരും ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഗോൾഡൻ പാസ്റ്റിനെ മുൻനിർത്തി ഞങ്ങൾക്ക് 2000 കൊല്ലം മുമ്പ് ഒരു ഹിന്ദു എംപയർ ഉണ്ടായിരുന്നു, അങ്ങോട്ട് തിരിച്ചു പോവുക. സിയോണിസ്റ്റുകൾ പറയുന്നത് 2000-3000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർക്ക് ജൂതരുടേതായിരുന്നു ഇസ്രായേൽ, അതിലേക്ക് തിരിച്ചു പോവുക. യൂറോപ്പിലെ വെള്ളവംശീയവാദികൾ പറയുന്നത് അവർ മുമ്പൊരു പ്യുവർ യൂറോപ്പ് ഉണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു പോവുക. എങ്ങനെ തിരിച്ചു പോവുക? അപരനെ കൊന്നുകൊണ്ട് തിരിച്ചു പോവുക. ഇത് നിങ്ങൾക്ക് ഇസ്ലാമിക മൂവ്മെന്റുകളിൽ കാണാൻ കഴിയില്ല. പ്രത്യയശാസ്ത്രപരമായി തന്നെ 2 വിഭിന്ന ധ്രുവങ്ങളെ ഒരുപോലെയാക്കി ചിത്രീകരിക്കുന്ന ലോകം കണ്ട നെറികേടിന് സാംസ്കാരിക മേന്മ എന്ന് കേരളം പേര് നൽകുന്നു. ഈ അസഭ്യത്തിന് ഇതിന്റെ വംശീയ വേരുകളെയാണ് പ്രിയമുള്ളവർ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഒരു വലതുപക്ഷ പ്രസ്ഥാനം അല്ല എന്ന് മാത്രമല്ല, ഹിന്ദുത്വ മാർക്സിസം ഒരിടതുപക്ഷ പ്രസ്ഥാനവും അല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സംബന്ധിച്ചിടത്തോളം അഷ്റഫിന് വേണ്ടി ചെയ്യാവുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സഹോദരന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, അദ്ദേഹത്തിന് സ്വർഗീയമായ വിരിപ്പും സ്വർഗീയമായ
ഭക്ഷണങ്ങളും പാനീയങ്ങളും നൽകി നീ അദ്ദേഹത്തെ സ്വീകരിക്കണേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, അദ്ദേഹം അനുഭവിച്ച വേദനകൾ, അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങൾ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതം വളരെ പ്രയാസപ്പെട്ട ഒരു ജീവിതമാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, വിശാലമായ ഉഖ്റവിയായ ലോകത്ത് ഇതിനെല്ലാം പകരമായി അദ്ദേഹത്തിന് സ്വർഗീയമായ നിമിഷങ്ങൾ നൽകി നീ അദ്ദേഹത്തെ അനുഗ്രഹിക്കണേ റബ്ബേ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ കുടുംബം വലിയ പ്രയാസം നേരിടുന്ന ഒരു കുടുംബമാണ്, പ്രത്യേകിച്ച് ഉമ്മയും ഉപ്പയും. റഹ്മാനായ റബ്ബേ, അവർക്ക് നീ സ്വബർ നൽകുകയും അവർക്ക് നീ ആശ്വാസം നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഓരോ മയ്യത്തും കബറടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ മയ്യത്തിനെ നീ തൂമഞ്ഞുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സഹോദരനെ അദ്ദേഹം അനുഭവിച്ച വേദനകളെ ശുദ്ധീകരിച്ച് ഒരു ശുദ്ധ ആത്മാവായി നീ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തെയും ഞങ്ങളെയും നീ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, മരണത്തിന്റെ അവസ്ഥയിൽ നിന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ, ആദർശ ബോധ്യത്തോടുകൂടി ലോകത്തു നിന്ന് വിട പറയാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, അദ്ദേഹത്തെയും ഞങ്ങളെയും നീ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും നിന്റെ ദീനിനു വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി ആത്മാഭിമാനം പണയം വെക്കാതെ, ആത്മനിന്ദയിലേക്ക് പോകാതെ, വംശീയതകളെ ചോദ്യം ചെയ്ത് ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള അർഹത നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. പുതിയൊരു മുഹറത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു, പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. റഹ്മാനായ റബ്ബേ, വംശീയതക്കെതിരായ, സംഘപരിവാറിനെതിരായ, വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായ ഈ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താനും നീതിയുടെയും സമാധാനത്തിന്റെയും മനുഷ്യർ പരസ്പരം സമാദരവ് കാണിക്കുന്നതിന്റെയും ഒരു ലോകക്രമത്തെ പണിതുയർത്താനുമുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ഒരുപാട് വംശീയമായ പ്രചാരണങ്ങളുണ്ട്. ഈ പ്രചാരണങ്ങളുടെ ഈ വംശീയമായ മുഖപടത്തെ വലിച്ചൂരാനും നിന്റെ ദീനിന്റെ പ്രകാശപൂരിതമായ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊതുസമ്മേളനത്തിൽ സമാപനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച SIO ദേശീയ സമിതി അംഗം വാഹിദ് സാഹിദിന് സോളിഡാരിറ്റി മലപ്പുറത്തിന്റെ